നമസ്കാരം. ജ്യൂസി ബട്ടറി ഫ്ലേവർഫുൾ ഹെർബ് ക്രസ്റ്റഡ് ലാം ചോപ്സ് അതാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ മസാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഇവിടെ ലാം ചോപ്സിൽ പൊതിയാനായിട്ടുള്ള ഒരു ക്രസ്റ്റ് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ്. അതിനായിട്ട് കുറച്ച് ഹെർബ്സ് വേണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് പാഴ്സ്ലി, റോസ്മേരി, തൈം. ഇതെല്ലാം കൂടി ബ്രെഡ് ക്രംസിൻ്റെ കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൻ്റെ ക്രഷിന് ഇതേ ഫ്ലേവർ തന്നെ വേണമെന്ന് നിർബന്ധമില്ലാത്തവർക്ക് ഇഷ്ടമുള്ള സ്പൈസസോ അല്ലെങ്കിൽ ഹെർബ്സോ ആഡ് ചെയ്യാം ഈ ബ്രെഡ് ക്രംസിൻ്റെ കൂടെ. അടുത്തായിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുക്കുന്നു. അതുപോലെ തന്നെ അല്പം ഉള്ളി കട്ട് ചെയ്തെടുക്കുന്നു. അല്പം കൂടി ഹെർബ് മിക്സ് ആകാൻ ഞാനിവിടെ ഉപയോഗിക്കുന്നത് റോസ്മേരി, തൈം ആൻഡ് പാഴ്സ്ലി. ഫ്രഷ് ഹെർബ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ആയിട്ടുള്ളത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഗാർലിക്കും ഓനിയനും മാത്രമായിട്ടും ഉപയോഗിക്കാം. ഇത് ഏകദേശം 450 ഗ്രാം തൂക്കം വരുന്ന ഒരു ലാം ചോപ്സ് ആണ്. ഇതിൻ്റെ ഫാറ്റൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് സോൾട്ടും പെപ്പറും ഉപയോഗിച്ച് ഒന്ന് സീസൺ ചെയ്യാം. ഇനി നല്ലവണ്ണം ചൂടാക്കിയ ഒരു ഹെവി പാനിൽ ബട്ടർ ഒരുക്കിയ ശേഷം അതിനകത്ത് ഈ ലാം ചോപ്സ് നമ്മളൊന്ന് എല്ലാ വശങ്ങളും ഒന്ന് സെയർ ചെയ്തെടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നില്ല. ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഒന്ന് മൊരിച്ച് നമുക്ക് നല്ല ഗോൾഡൻ ക്രസ്റ്റ് വരുത്തിയെടുക്കാം. അതിനാണ് സീറിങ് എന്ന് പറയുന്നത്. ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ ഈ ഗാർലിക്കും ഓനിയനും ഹെർബ്സും എല്ലാം കൂടെ ആഡ് ചെയ്യുകയാണ്. അതുപോലെ കുറച്ച് എക്സ്ട്രാ ബട്ടർ ക്യൂബ്സും. ഇനി നമുക്ക് ഈ ബട്ടർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ലാം ചോപ്സിലേക്ക് കോരി ഒഴിച്ചുകൊണ്ടിരിക്കണം. അതിനെ മോയ്സ്റ്റി ആക്കി വെക്കാനും ടെൻഡർ ആക്കി വെക്കാനുമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ ടെക്നിക്കിനാണ് ബേസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ വശങ്ങളിലും നല്ല ഗോൾഡൻ ബ്രൗൺ ക്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോട്ടിങ്ങിലേക്ക് ഈ ലാം ചോപ്സ് മുക്കി എല്ലാ വശങ്ങളും നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ബ്രെഡ് ക്രംസും ഹെർബ്സും എല്ലാം ഈ ലാം ചോപ്സിലേക്ക് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്ക് തിരിച്ചു വെച്ചതിന് ശേഷം ഏകദേശം 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്യണം. ഇനി ഓവൻ ഇല്ലാത്തവർക്ക് വെറും ഒരു ഫ്രൈ പാനും ദോശക്കല്ലും ഉപയോഗിച്ച് എങ്ങനെ ബേക്ക് ചെയ്യാമെന്നുള്ളത് ഒലിവ് മസാലയുടെ തന്നെ പിസ്സയുടെ എപ്പിസോഡിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഈ ഓവനകത്ത് വെക്കുന്നതിന് പകരം അതേ മെത്തേഡ് ഉപയോഗിച്ച് ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതി. നമ്മുടെ ഹെർബ് ക്രസ്റ്റഡ് ലാം ചോപ്സ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഓവനിൽ നിന്ന് എടുത്താൽ ഉടനെ നമ്മളത് കട്ട് ചെയ്യാൻ പാടില്ല. ഒരു 10-15 മിനിറ്റിന് ശേഷമേ കട്ട് ചെയ്യാവുള്ളൂ. കാരണം നമ്മൾ ചൂടോടെ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫ്ലൂയിഡ്സ് എല്ലാം വെളിയിലേക്ക് വരും. അങ്ങനെ ഇത് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ആ ഫ്ലൂയിഡ്സ് എല്ലാം ഒന്ന് തണുത്തൊന്ന് സെറ്റിൽ ചെയ്യുന്നവരെ നമ്മളിത് വെളിയിൽ വെച്ചേക്കണം. ഇപ്പോൾ ഏകദേശം ഇതൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. നല്ല ബട്ടർ പോലെയുള്ള സോഫ്റ്റ് ആൻഡ് ടെൻഡർ ടെക്സ്ചറാണ്. അതുപോലെ തന്നെ നമുക്കിന്നതൊരു ഗ്ലേസ്ഡ് ബേബി ക്യാരറ്റ്സിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു മറുനാടൻ രുചിയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.